നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോവലുകൾക്കിടയിലും അവനവൻ്റെ മികച്ച പ്രകടനം തന്നെ പുറത്തെടുത്തു. വിനി ജൂനിയർ ഗോളടിച്ച് മാപ്പ് പറയുന്നു റയലിൻ്റെ ആരാധകരോട് ബെർണാബുവിൽ. 2-1 വിജയമാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് നേടിയിരിക്കുന്നത്. കഴിഞ്ഞ 3-4 കളികളായിട്ട് വിജയമില്ലാതെ മുന്നോട്ട് പോയ റയൽ മാഡ്രിഡ് ഒടുവിൽ വിജയിച്ച് കയറിയിരിക്കുന്നു. ലാലിഗയിൽ അലാവസിനെ 2-1 പരാജയപ്പെടുത്തുമ്പോൾ കിലിയൻ എംബാപ്പയും വിനി ജൂനിയറുമാണ് ഗോളുകൾ കണ്ടെത്തിയത്. മത്സരത്തിൽ റയൽ മാഡ്രിഡിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് കിലിയൻ എംബാപ്പെ, വിനി ജൂനിയർ, ജൂഡ് ബെല്ലിങ്ങാം, ആർദ ഗ്യൂളർ തുടങ്ങിയവരൊക്കെ ഒരുമിച്ച് അണിനിരന്നു. നല്ല രൂപത്തിൽ ബെർണാബുവിൽ ആരാധകർ അവരുടെ നിരാശ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. ചാമ്പ്യൻസ് ലീഗിലെ പുറത്താകലും മറ്റുമൊക്കെ അവരത്രത്തോളം നിരാശരാക്കിയിട്ടുണ്ട്. ഈ സീസണിൽ ഇനി കിരീടമുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ്. അതിനിപ്പോൾ ലാ ലീഗിൽ എന്തെങ്കിലും മിറക്കിൾ സംഭവിച്ച് ബാഴ്സ പോയിന്റുകൾ നിരന്തരം ഡ്രോപ്പ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ഒരു സാധ്യത റയൽ മാഡ്രിഡിനുള്ളൂ. അത്തരമൊരു ഘട്ടത്തിൽ നടന്ന കളിയാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷിച്ച ഒരു ഹോസ്റ്റൈൽ അറ്റ്മോസ്ഫിയർ തന്നെയായിരുന്നു ബെർണാബുവിൽ. കളിയുടെ 30-ാമത്തെ മിനിറ്റിൽ എംബാപ്പയാണ് ആദ്യം ഗോളടിക്കുന്നത്. ഒരു ഡിഫ്ലക്റ്റഡ് ഷോട്ടാണ് ശരിക്കും പറഞ്ഞാൽ വലയിലേക്ക് കയറിയത്. പിന്നെ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഏകപക്ഷീയമായ ഒരു ഗോളിന് റയൽ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 80-ാമത്തെ മിനിറ്റിലാണ് വിനിയുടെ സ്റ്റണ്ണിങ് ഗോൾ ഇറക്കുന്നത്. മനോഹരമായിട്ട് അദ്ദേഹം ഫിനിഷ് ചെയ്ത് വലയിലേക്ക് അടിച്ചു കയറ്റി 2-0 റയൽ മാഡ്രിഡ് മുന്നിലായി. നിരവധി അവസരങ്ങൾ വിനി ജൂനിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എംബാപ്പയ്ക്ക് എത്ര ബോളുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എംബാപ്പെ പലപ്പോഴും അദ്ദേഹത്തിന് കിട്ടുന്ന ചാൻസുകളുടെ പകുതി ഗോളാക്കുക, പകുതി നഷ്ടപ്പെടുത്തുക, ഈ രൂപത്തിലാണ് കളിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സീസണിൽ 40 ഗോളിലധികം അടിച്ചു എന്ന് പറയാം. പക്ഷേ 80-ലധികം അടിക്കാനുള്ള അവസരങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നതാണൊരു യാഥാർത്ഥ്യം. ഏതായാലും അതിനിടയ്ക്ക് എത്ര മിലിറ്റാവോക്ക് പരിക്ക് പറ്റി, അതൊരു ആശങ്കയായിട്ട് മാറി. കളിയുടെ അവസാന ഘട്ടത്തിൽ മാർട്ടിനസിലൂടെ അലാവസ് ഒരു ഗോൾ മടക്കിയതോടുകൂടി റയൽ മാഡ്രിഡ് വീണ്ടും ഗോൾ കൺസീഡ് ചെയ്യുന്നത് തുടരുന്ന ഒരവസ്ഥയും ഉണ്ടായി. എന്തായാലും 32 കളികളിൽ നിന്ന് 73 പോയിൻറ്റുമായിട്ട് റയൽ ഇപ്പോൾ ലലീഗയിൽ രണ്ടാമത് തുടരുകയാണ്. 31 കളികളിൽ നിന്ന് 79 പോയിൻ്റുള്ള ബാഴ്സ തന്നെയാണ് മുന്നിൽ. ഇന്ന് സെൽറ്റ വിഗോക്കെതിരെ ബാഴ്സയ്ക്ക് കളിയുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.